الحمد لله الذي أجرمنا من المهمات في الأبطال والقربات. الصلاة والسلام على سيد السادات وعلى آله وأصحابه وأزواجه الطاهرات. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله مولانا العلي العظيم. قال سيدنا وحبيبنا محمد المصطفى صلى الله عليه وسلم: القيس من دان نفسه وعمل لما بعد الموت. ഏറ്റവും ബഹുമാനാദരവുള്ള ഉസ്താദുമാർ, മറ്റും എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൻ നഈം സ്വർഗ്ഗത്തിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം ഒക്കെ എന്തിന് ജീവിക്കുന്നു എന്ന ബോധ്യം അവന് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്തയും ഭാവനയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം നമ്മൾ സഅദത്തുൻ അബദിയ്യ എന്ന പരിപൂർണ വിജയം കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്ത ജീവിതം അത് മൃഗീയമാണ്, അത് മനുഷ്യന് പറഞ്ഞിട്ടുള്ളതല്ല. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ എന്ന് അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ധാർമ്മികമായ ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല കോടാനക്കോടി നിഅമത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനൊക്കെ നാം എത്ര കണ്ട് റബ്ബിനോട് ശുക്ർ ചെയ്യുന്നുണ്ട്, റബ്ബിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യ രൂപം. നമുക്കൊക്കെ നന്നാകണം എന്നുണ്ട്, നിങ്ങൾക്കുമുണ്ട്, എനിക്ക് അതിലേറെയുണ്ട്. പക്ഷെ ശരീരം അതിനെ അനുവദിക്കുന്നില്ല. അതിന് പറഞ്ഞതുപോലെ രണ്ട് സ്വഭാവം, ആ രണ്ട് സ്വഭാവം എത്ര കണ്ട് ഒരു മനുഷ്യൻ മാറ്റി വെക്കുന്നുണ്ടോ അത്ര കണ്ട് അവൻ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്ന് ഇബ്നു നമ്മോട് പറയുന്നുണ്ട്. ഒന്നെന്താണ്? അത് ബഹീമത്തിന്റെ സ്വഭാവമാണ്. ബഹീമത്തിന്റെ സ്വഭാവം എന്താണ്? കുറെ തിന്നണം, കുറെ കുടിക്കണം, കുറെ ഇണചേരണം, കുറെ വിശ്രമിക്കണം എന്നുള്ളതാണ്. അല്ലാതെ പണ്ടുണ്ട പോത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ പോയിട്ട് ഇല്ലല്ലോ. രണ്ടാമത്തെ സ്വഭാവം മഹാനവറുകൾ പറയുന്നത് ശൈത്താന സ്വഭാവമാണ്. ഇത് രണ്ടും എത്ര കണ്ട് ഒരു മനുഷ്യൻ മാറ്റി നിർത്തുന്നുണ്ടോ അത്ര കണ്ട് അവൻ ഉന്നതിയായ സ്ഥാനത്തേക്ക് നീങ്ങാൻ പറ്റുമെന്ന് ഇബ്നു പറയുന്നു. അപ്പൊ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വല്ലാത്തൊരു ആവേശം ഉണ്ടാവും, മറ്റു ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് വല്ലാത്തമായ ഒരു ആനന്ദം ഉണ്ടാവും. ഇതൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോ പക്ഷേ സുബഹിക്ക് നിസ്കരിക്കാൻ വളരെ പ്രയാസം പറഞ്ഞവരാണ് എന്ന് 3 മണിക്കും 4 മണിക്കും 4:30ക്കും ഒക്കെ ഉണർന്ന് നിൽക്കുന്നത്. എന്തിന്? തഹജ്ജുദ് നിസ്കരിക്കാനാണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? ഏതോ ഒരു രാജ്യത്ത് ആരൊക്കെയോ കൂടി പന്ത് തട്ടി കളിക്കുന്നത് കാണാൻ വേണ്ടി റബ്ബിനോട് പോലും ഇല്ലാത്ത ചില ആനന്ദമാണ് ചിലർ കണ്ടെത്തുന്നത്. അവരിൽ പലരും തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഈ കാലം എത്ര വായിച്ചും പലരുടെയും നിസ്കാരം ഖളാആയി പോയിട്ടുണ്ടാവുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കണ്ടുവരുന്നത്. അല്ലാഹു നമ്മളൊക്കെ കാക്കുമാറട്ടെ. ആമീൻ. ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയോ അധപതിച്ചു പോയ ഒരു കാലഘട്ടമാണ്. ഫ്ലക്സ് വെക്കുന്നതിൽ മത്സരിക്കുന്ന ഒരു കാലഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മത്സരം ഉണ്ടായിരിക്കുന്നു. എന്തിനാണ്? ആഖിറത്തിൽ ഉന്നതമായ പദവി ലഭിക്കാൻ, സ്വർഗ്ഗത്തിൽ വളരെ നല്ല ഒരു പദവി ലഭിക്കാൻ അവർക്ക് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെന്താണ് വളരെയധികം മത്സരിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഈ മത്സരം കൊണ്ട് ആർക്കാണ് ഫായിദയുള്ളത്? കളിക്കുന്നവർക്കുണ്ടോ? ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് എന്ത് ഫായിദയാണുള്ളത്? ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയോ അഘോരമായ പ്രവർത്തനമാണ് കണ്ടുവരുന്നത്.
ഇവിടെ എന്ന് പറയാനുള്ളത് ഹബീബ് സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അൻത മൻ അഹ്ബബ്ത എന്ന് ഞാൻ സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അതുപോലെ സ്ത്രീകളും ഇതിലേക്ക് ഈ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടുവരുന്നത്. ഇത് മനസ്സിലാക്കാൻ രാജ്യാന്തരങ്ങളിൽ നമ്മൾ എന്താണ് വാഹനം എടുത്ത് ഓടിച്ച് സന്ദർശിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ യാഥാർത്ഥ്യം, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യർ എത്ര കണ്ട് മൃഗത്തെക്കാൾ അധപതിച്ചു പോയി എന്നുള്ളത്. സ്ത്രീകൾ പബ്ലിക്കായും അല്ലാതെയും അന്യപുരുഷനുമായി കീഴടരുകയാണോ? ഇത് ഇസ്ലാം ഏത് സന്ദർഭത്തിലായാലും എതിർത്തിട്ടേ ഉള്ളൂ, ഏത് നിലയിലായാലും എതിർത്തിട്ടേ ഉള്ളൂ. ഈ നിബന്ധന ഉലമാർക്കുണ്ട്. ഒരു പെണ്ണ് വന്ന് എന്റെ വാപ്പാന്റെ ആണ്ടിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞൊരു മൗലിദിന് ക്ഷണിക്കുകയാണെങ്കിൽ അവിടെ ഈ സ്ത്രീ മാത്രമുള്ള വീട്ടിലേക്ക് ഈ മൊയിലേക്ക് കയറി ചെല്ലാൻ പറ്റൂല. അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അത് ഫത്വൽ മുഅയ്യിനിലൊക്കെ മഖ്ദൂം തങ്ങളെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സയ്യിദന ബീവി റാബിയത്തുൽ നദബിയ റളിയല്ലാഹു അൻഹയെ കുറിച്ചും ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. എന്റെ ഹസനുൽ ബസ്രി തങ്ങൾ എന്താണ് ഇടയ്ക്കൊക്കെ റാബിയത്തുൽ നദബിയ റളിയല്ലാഹു അൻഹയെ അടുത്ത് പോയിട്ട് ദുആ ചെയ്യിപ്പിക്കണം, അവിടുത്തെ സംസാരം കേൾക്കലും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു റാബിയത്തുൽ നദബിയും അങ്ങനത്തെ ഒരു ഹസനുൽ ബസ്രിയും ഒക്കെ ആണെങ്കിൽ പോയൊന്ന് ദ്വാരപ്പിക്കണേനൊന്നും കുഴപ്പമില്ല എന്ന് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബിൽ പറയുമ്പോ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ആരാണ് ബീവി റാബിയത്തുൽ നദബിയ എന്ന് പറയുന്നവരൊക്കെ? യൂസുഫ് നബിഹാനി അവിടെ ജാമിഅ ഖറാമാത്തുൽ ഔലിയായിലൊക്കെ മഹദിയുടെ കറാമത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും മഹദി വഴിയരികിൽ വെച്ച് സുൽത്താനെ കാണാൻ ഇടയായി. അപ്പോൾ ബീവി റാബിയത്തുൽ നദബിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ ഇക്കൊല്ലം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർ എന്ന് യാത്രയൊക്കെ പറയും. സുൽത്താൻ മനസ്സിലാക്കിയത് എന്താണോ, ബീവി റാബിയത്തുൽ നദബിയ ഒരു മിസ്കീനത്തായ പെണ്ണാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ നാട്ടിലെ സുൽത്താനുമാണ്, എന്തെങ്കിലും പൈസക്ക് ആവശ്യം വന്ന് പറഞ്ഞതാകും എന്ന് മനസ്സിലാക്കി നല്ല ഇഖ്ലാസോട് കൂടി തന്നെ സുൽത്താൻ എന്താണ് സൈഡ് പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് റാബിയത്തുൽ നദബിയ റളിയല്ലാഹു അൻഹയ്ക്ക് നീട്ടി. പക്ഷെ റാബിയത്തുൽ നദബിയ റളിയല്ലാഹു അൻഹ നിരസിച്ചു. എന്നിട്ടോ റാബിയത്തുൽ നദബിയ വൈബിയായ ലോകത്ത് നിന്ന് പണം എടുക്കുകയാണോ, എന്നിട്ട് രാജാവിന് മുമ്പിൽ വിലസുകയാണോ, എന്നിട്ട് പറയുകയാണ്, നീ എടുത്തത് എന്റെ സൈഡ് പോക്കറ്റിൽ നിന്നാണെങ്കിൽ ഞാൻ എടുത്തത് അദൃശ്യമായ ലോകത്ത് നിന്നാണെന്ന് ബീബി റാബിയത്തുൽ നദബിയ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ഈ മഹദിയുടെ ഈ കറാമത്തിൽ യൂസുഫ് നബിഹാനി അവരുടെ ജാമിഅ ഖറാമാത്തുൽ ഔലിയായിലൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അങ്ങനെയൊക്കെ അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാപ്പകലില്ലാതെ റബ്ബിന് വേണ്ടി തിരഞ്ഞെടുത്തവരാണോ? അവരൊക്കെ എന്താ പറഞ്ഞത്? റബ്ബേ, എനിക്ക് ഉറക്കമില്ലാഞ്ഞിട്ടല്ല, നിന്നെ ആലോചിച്ച് എന്റെ കണ്ണെന്താണ് മരവിച്ചു പോയി എന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്ക് അവരുടെ ജീവിതം നമുക്ക് പടർത്താനുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പടർത്തി നമുക്കും അതുപോലെ ഉന്നതമായ സ്ഥാനത്തേക്ക് പടർത്തുയരാനുണ്ട് എന്നാണ് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നത്. ഇങ്ങനെയാണ് മുൻകഴിഞ്ഞു പോയ മഹാത്മാക്കൾ മുഴുവനും അവർ റബ്ബിന് വേണ്ടി മാറ്റിവെച്ചു തഖ്വയിലായി ജീവിച്ചവരുമാണോ? അറിയില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ ജീവിത ശൈലി എന്താണോ? ഒരിക്കലും ആ മഹാനവർ ഒരു ദീർഘയാത്രക്ക് പുറപ്പെട്ടപ്പോൾ ഒരു ഒഴിഞ്ഞ മേഖലയിലെത്തിയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തി ഓടുന്നു, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. ഇന്റെ റബ്ബി നബിയെ, തങ്ങളുടെ റബ്ബിന്റെ അദാബ് കഠിന കഠോരമാണ് തങ്ങളെ. അത് വല്ല സൃഷ്ടികൾക്കും മേലെ അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് മഖ്ലൂക്കിനും തട്ടി നീക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആയത്ത് കേട്ടപ്പോൾ അതാ മഹാനായ സുബ്ഹാനല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വസഖതത് മിൻ ദാബതിഹി മഅ്ശിയുൻ അലൈഹി, ബോധരഹിതനായി താഴേക്കുകയാണ്.
അങ്ങനെയാണ് അവരുടെയൊക്കെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പടർത്തേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് സാന്ദർഭികമായി നിർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവന്റെ പൊരുത്തത്തിലായി മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.